ഭരതനാട്യം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മൈൻഡിലുണ്ടായിരുന്നത് ഒരു നല്ല സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. നല്ല സിനിമ മാത്രമായാൽ പോരാ തിയേറ്ററിൽ ഓടാൻ എന്നുള്ളൊരു കാര്യം അതിൽ നിന്ന് പഠിച്ചിരുന്നു. ഭരതനാട്യം തിയേറ്ററിൽ പാളി പോയി കഴിഞ്ഞപ്പോൾ മറ്റേ വെടിച്ചൊക്കെ കാക്ക പറക്കണ പോലെ ഒക്കെ പോയി. തിരിഞ്ഞു നോക്കുമ്പോൾ ആരും ഇല്ല. അവിടെ പോയി ഇങ്ങനെതായിരുന്നില്ല. ഇന്നലെ വരെ എല്ലാവരും പറഞ്ഞിരുന്നു റിലീസിന് മുന്നേ ഇത് ഭരത നായരുടെ മൂന്നാമത്തെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ ശശിധരന്റെ രണ്ടാമത്തെ ഭാര്യ ഉണ്ടാവും, വേറെ കല്യാണം. എല്ലാവരും ഒരു അവിഹിത ലൈനിലോട്ട് പോകുന്നുണ്ടാകും. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നമ്മൾ ചെറിയ തിരുത്തൽ കൊടുക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ വേവിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അവൻ തന്നെ പെർഫോം ചെയ്തിട്ടുള്ളതാണ്. അതല്ലാതെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവരെ നാട്ടുമ്പുറം ആക്കി മാറ്റേണ്ട വന്നിട്ടൊന്നുമില്ല. സംഗീതമായിരുന്നു മുമ്പുണ്ടായിരുന്നത് ഓപ്ഷൻ. സംഗീത് പ്രതാപായിരുന്നു. ക്ലബ്ബ് നടക്കുന്ന സമയത്ത് സാറോട് ഇരിക്കുന്നുണ്ടായിരുന്നു. സാറിനെ പോയി കണ്ട് പരിചയപ്പെടുക ചെയ്തു. ഞാൻ അന്നേരം ആലോചിച്ചു അകത്തേക്ക് കൊണ്ടുപോയി സീൻ കാണിച്ചു കൊടുത്താലോ എന്ന്. പിന്നെ തോന്നി വേണ്ട, ഇതൊന്നും വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാലോ എന്നുള്ളതുകൊണ്ട് പിന്നെ കാണിക്കാതൊന്നുമില്ല. പരിചയപ്പെട്ട് അവിടെ നിന്ന് ഞാൻ പോകുന്നു. 20 വർഷമായിട്ട് സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നൊരു മനുഷ്യൻ ഞാൻ വന്ന് പടം ചെയ്ത് ഫീൽഡൗട്ടാക്കിയൊരു കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നത്. സൈജോട്ടൻ അച്ഛനെപ്പോഴും പറയാറുള്ള, അച്ഛനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളതാണ്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാണെന്നുള്ളത് ചേട്ടൻ്റെ വർത്തമാനങ്ങൾ എപ്പോഴും തോന്നാറുള്ളതാണ്. അന്ന് കയ്യിൽ നിന്ന് പോയി. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം മതം പശ്ചാത്തലമായിട്ടുള്ള ഒരു എഴുത്ത് വരാനായിട്ട്. അപ്പം അതൊരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയം ഉണ്ടായിരുന്നു. പല സ്കെയിലിലുള്ള ഫ്രോഡുകളുണ്ട്. ആ ഫ്രോഡുകളെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അത് മര്യാദയ്ക്ക് കണ്ടാൽ മനസ്സിലാകാവുന്നതേ ഉള്ളത്. മൂന്നാം ഭാഗത്തോടെ ഈ ഒരു ഫ്രാഞ്ചൈസി അവസാനിക്കുമോ അതോ അതിനുശേഷം വീണ്ടും കാണും? അത് രണ്ടാം ഭാഗത്തോടെ ചിലപ്പോൾ അവസാനിക്കാം. സുരേഷേട്ടൻ സിനിമ കണ്ടോ? സുരേഷേട്ടൻ ട്രിവാൻഡ്രത്താണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കണ്ടു കഴിഞ്ഞപ്പോ എന്തായാലും സുരേഷേട്ടൻ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല. തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റടിച്ച മോഹിനിയാട്ടത്തിന്റെ ഡയറക്ടർ കൃഷ്ണദാസ് മുരളി, ആദ്യം തന്നെ വലിയൊരു അഭിനന്ദനം. കാരണം ഇതിന്റെ ഒന്നാം ഭാഗം ഭരതനാട്യം അന്ന് തിയേറ്ററിൽ ആളില്ലാത്തതുകൊണ്ട് ഷോ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇന്നിപ്പോൾ തിയേറ്ററിൽ മോഹിനിയാട്ടം കാണാൻ തിയേറ്ററിൽ ഇപ്പോൾ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഹൗസ് ഫുൾ അടിച്ചിരിക്കുകയാണ്. ഇപ്പം മുരളി ഗോപി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മളെപ്പോഴും ഈ സിനിമയിൽ തുടക്കം പരാജയത്തിൽ നിന്നാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഈ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് ലേണിങ്സ് ഉണ്ടാക്കും. ആ ലേണിങ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ് അത് തുടർന്നുള്ള നമ്മളുടെ കരിയറിൽ ഒരുപാട് നമ്മൾ കുറച്ചുകൂടെ ഒരുപാട് സക്സസ് ഉണ്ടാക്കാൻ ഈ തുടക്കത്തിലുള്ള ഒരു പരാജയം നല്ലതാണ്. പക്ഷേ ഭരതനാട്യം സംബന്ധിച്ചിടത്തോളം OTTയിൽ വലിയൊരു ഹിറ്റായിരുന്നു. അപ്പോൾ ഈ ഭരതനാട്യം നിന്നുള്ള ഇൻസൈറ്റ് അതൊരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഏത് രീതിയിലാണ് കൃഷ്ണദാസിനെ പരുവപ്പെടുത്തിയത്? അതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭരതനാട്യം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മൈൻഡിലുണ്ടായിരുന്നത് ഒരു നല്ല സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. നല്ല സിനിമ മാത്രമായാൽ പോരാ തിയേറ്ററിൽ ഓടാൻ എന്നുള്ളൊരു കാര്യം അതിൽ നിന്ന് പഠിച്ചിരുന്നു. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടിയും ഒരു തിയേറ്റർ പരിപാടികളൊക്കെ ആയി സെറ്റായാലേ തിയേറ്ററിൽ ചിലപ്പോൾ സർവൈവ് ചെയ്യുള്ളൂ. നല്ല സിനിമ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് OTTയിലും നല്ല സിനിമ കാണാമല്ലോ എന്ന് ചിലപ്പോൾ വിചാരിച്ച് ചിലപ്പോൾ തള്ളിയേക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു തിയേറ്റർ ഓഡിയൻസിനെ പിടിച്ചിരുത്താനുള്ള ചില എല്ലാം കൊണ്ടും സ്ക്രീൻ പ്ലേ കൊണ്ട്, ഞാനിപ്പോൾ ടെക്നിക്കലി മാത്രമല്ല ഉദ്ദേശിച്ചത്, സ്ക്രീൻ പ്ലേയിലാണെങ്കിൽ പോലും അങ്ങനെ 150 രൂപ കൊടുത്ത് വരുന്നവന് മുതലാവുന്നൊരു തരത്തിലായിരിക്കണം നമ്മൾ സ്ക്രീൻ പ്ലേ പോകേണ്ടത്. അതൊരു നല്ലൊരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിലോട്ട് വന്നാലൊന്നും ചിലപ്പോൾ സർവൈവ് ആവില്ല എന്നുള്ളൊരു തോട്ടാണ് ഇത് കിട്ടിയത്. അല്ല, അപ്പോൾ ആ സ്ക്രീൻ പ്ലേയിൽ ഇപ്പം മോഹിനിയാട്ടത്തിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഇപ്പോൾ ഭരതനാട്യത്തിൽ നിന്ന് കിട്ടിയ ആ ലേണിങ്സ് ഉണ്ടല്ലോ, അത് എവിടെയൊക്കെയാണ് വർക്ക് ചെയ്തത്? കാരണം തിയേറ്ററിൽ ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള ആ ഡാർക്ക് ഹ്യൂമർ ഉണ്ടല്ലോ, അതിപ്പം സംഭാഷണത്തിലാണെങ്കിലും ഇപ്പം സംഭാഷണമാണ് ആ സിനിമയുടെ ഒരു കോറെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ആ സീൻ കോറിയോഗ്രാഫിയിൽ തന്നെ ഈ ആൾക്കാർ വന്നു പോകുന്ന സംഭാഷണങ്ങളുണ്ടല്ലോ, ഈ സംഭാഷണങ്ങളിൽ മാത്രമാണോ വർക്ക് ചെയ്തത്? മറ്റെല്ലാ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വർക്ക് ചെയ്തത് ഈ ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള? സംഭാഷണം നമ്മൾ ഭരതനാട്യത്തിൽ ചെയ്ത പോലെ തന്നെയാണ് അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറേ കൂടി ഇവൻറ്റ്ഫുൾ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓരോ 20 മിനിറ്റ്സിലും എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടേ ഇരിക്കണം. അറ്റം വരെ നമ്മൾ ആ ഒരു ചങ്ങല പൊട്ടാതെ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു. നമ്മൾ എൻഗേജിങ് ആക്കണം, ഇവൻറ്റ്ഫുൾ ആക്കണം. ഇതായിരുന്നു നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു, അങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ പ്ലേ ഡിസൈൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊടും ക്രൂരതയാണ് ഇപ്പം ഈ സിനിമയിൽ ചെയ്യുന്നത്. അത് ഒരു കൂട്ടം ആൾക്കാർ, ഒരു കുടുംബം ചേർന്ന് ഒരു കൊടും ക്രൂരത ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം കൊടും ക്രൂരത അത് ഡാർക്ക് ഹ്യൂമറിൽ ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിക്കുക എന്നുള്ളത് അതൊരു വലിയൊരു റിസ്ക് തന്നെയാണ്, വലിയൊരു ചാലഞ്ചാണ്. ഇത് പ്രേക്ഷകർ ഇതെങ്ങനെയായിരിക്കും എടുക്കുക? കാരണം ഇത് ചെറിയൊരു സംഭവമല്ല, ഒരു കൊടും ക്രൂരതയാണ്. അപ്പോൾ ഈ കൊടും ക്രൂരത ഈ ഡാർക്ക് ഹ്യൂമറിൽ മിക്സ് ചെയ്താൽ അത്
അത് ഏത് രീതിയിലായിരിക്കും പ്രേക്ഷകർ കൺസീവ് ചെയ്യുക? കാരണം ഈ ക്രൂരതയെ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ തോന്നുന്നു, അതോ ഇങ്ങനെ ഒരു കൊലപാതകം ഒളിപ്പിച്ച് വെക്കുന്നത് അതിനെ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ആൾക്കാർ പെർസീവ് ചെയ്യുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു സെക്കൻഡ് തോട്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ വർക്കിലുണ്ടായിരുന്നോ? ഇല്ല, അതിനെക്കുറിച്ച് ഓർത്ത് എഴുത്ത് സമയത്ത് കാര്യമായിട്ട് ബോധർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ് പിന്നെ റിലീസിനോട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിലാണ് പിന്നെ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ അവിടേക്കൊക്കെ പോവുക. എഴുതുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം ഹ്യൂമറിലൂടെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസം, ആ വിശ്വാസം ഇല്ലാതെ നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് ക്രൈമാണ്, വലിയ ക്രൈമാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൊടും ക്രൂരതയുടെ ആ ഒരു ടൈമിലെത്തുമ്പോഴാണ് തമാശകളും കൂടുന്നത് നമ്മുടെ അവിടെ. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ബാലൻസ് പിടിച്ചുകൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് ആകുമോ, ഇത് ശരിയല്ലല്ലോ എന്നുള്ള തോട്ട്സ് ഒന്നും വരാതെ ഇരിക്കാനായിരുന്നു നമ്മളവിടെ ഹ്യൂമറിലൂടെ തന്നെ പിടിച്ചു പോവുക എന്നുള്ളത് പ്ലാൻ ചെയ്തു. ഇങ്ങനെ ഒരു ഈ കൊടും ക്രൂരത ഈ ഹ്യൂമറിൽ ബ്ലെൻഡ് ചെയ്യുന്ന സംഭവം ഇപ്പം സൈജു കുറുപ്പ് അദ്ദേഹം നിർമ്മാതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? കാരണം ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോ ഇല്ല, അവരൊക്കെ ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ ഭരതനാട്യം പോലെ ആയിരിക്കില്ല സെക്കൻഡ് പാർട്ട് ചെയ്യുന്നുണ്ടാവുക, ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ളൊരു ആലോചന വെച്ചത് അവരായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, എന്തെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞിരുന്നു. ആദ്യം വേണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നീട് ഓക്കെ, ഈ ഫാമിലി വേറൊരു തരത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കുമല്ലോ എന്നുള്ളത്. എനിക്കൊരു ഡാർക്ക് ഹ്യൂമർ ജോണർ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജോണറായിരുന്നു എന്നുള്ളതുകൊണ്ട് എനിക്കൊരു നാട്ടിൻപുറം ഫാമിലി ഡാർക്ക് ഹ്യൂമർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതൊരു അവസരമാക്കാം എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് ഇനി വേറെ കഥാപാത്രങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ, നമുക്ക് ഓൾറെഡി കയ്യിൽ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം ഞാനൊന്ന് ഷെയർ ചെയ്ത് നോക്കി. അപ്പോൾ ഷെയർ ചെയ്തത് ഇതിനേക്കാളും റോ ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് നമ്മൾ കട്ട് ഡൗൺ ചെയ്തതായിരുന്നു. കാരണം ഭരതനാട്യം എന്നുള്ളൊരു പാക്കേജ് കിടക്കുന്നു എന്നുള്ളതുകൊണ്ട്, അതിൻ്റെ ഓഡിയൻസ് വേറെയാണ് എന്നുള്ളതുകൊണ്ട് ഇതിനും പേടിയില്ലായിരുന്നു നമുക്ക്. ഇപ്പോ സിനിമയ്ക്ക് ഇപ്പൊ കാണുന്ന മോഹിനിയാട്ടത്തിന് വരെ ആളുകൾ ഭരതനാട്യം തന്നെ എക്സ്പെക്ട് ചെയ്ത് വന്ന് അവിടെ ഭയങ്കര നന്മയോടുകൂടി അവസാനിപ്പിച്ചിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നല്ലോ. ഇതല്ലല്ലോ ഭരതനാട്യം എന്നുള്ള തോട്ട് വരുമ്പോൾ എന്നൊരു പേടി നമുക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. ആ ടെൻഷനും ഉണ്ടായിരുന്നു നല്ലപോലെ. പക്ഷേ ഇതിൻ്റെ ഇനീഷ്യൽ തോട്ടിൽ ഇതിനേക്കാളും ആയിരുന്നു. പിന്നെ അത് ഭരതനാട്യത്തിൻ്റെ സീക്വലാണെന്നുള്ളതുകൊണ്ട് നമ്മളതൊന്ന് കുറച്ച് വന്നതായിരുന്നു. കാരണം വയലൻസ് പ്ലസ് ഹ്യൂമർ എന്നുള്ളതിനൊരു അധികം നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഒരു ഡാർക്ക് ഹ്യൂമർ പടമാണ്. അവിടെയും ഒരു നെഗറ്റീവ് ഷെയ്ഡിനെ ഒരു വില്ലനസ് ഡാർക്ക് ഹ്യൂമറിൽ ബ്ലെൻഡ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതിന് കുറച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമ റിലീസായപ്പോൾ. ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡിനെ വില്ലനസത്തെ അതിനെ പോസിറ്റീവായിട്ട് അത് എൻഡ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളൊരിതുണ്ടായിരുന്നു. ആ രീതിയിൽ എപ്പോഴെങ്കിലും ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നോ? കാരണം ഈ കുടുംബത്തിന്റെ ആ ഒരു ക്ലൈമാക്സിലെത്തപ്പോൾ കുടുംബം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. കാരണം ആൾക്കാർ ഇനിയും കാണാനുണ്ടായിട്ട് ഞാൻ ഇനിയിപ്പോൾ ക്ലൈമാക്സ് റിവീൽ ചെയ്ത പ്രശ്നവും അത് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് വരുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നോ? തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നീട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു പരിപാടി കൂടി ആഡ് ചെയ്തായിരുന്നു. പിന്നെ അത് വേണ്ട, കാരണം നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൊരു ഈ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറിനെ താഴെ കളയുന്ന പോലെ ആയിരിക്കും. അങ്ങനെ നമ്മളൊരു സേഫ്റ്റി പരിപാടി ആക്ച്വലി ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതിനകത്ത് ഒരു ഡ്രാഫ്റ്റിൽ നമ്മളെടുത്ത് മാറ്റി. കാരണം അത് എല്ലാം ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് മാത്രം നമ്മൾ കാണിച്ചു തരുന്ന കാര്യമില്ല. അപ്പോൾ ആ ജോണറായിട്ട് തന്നെ നിൽക്കട്ടെ എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഈ ഭരതനാട്യത്തിൻ്റെ സീക്വലാണല്ലോ എന്നുള്ള പേടിയിലാണ് ഇതെല്ലാം നമ്മൾ ആലോചിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊരു പ്രശ്നമില്ല. സിനിമ അല്ലേ, കുഴപ്പമില്ല, ഞാനങ്ങനെ കാണാറുള്ളൂ. അതെ, ആക്ച്വലി മുകുന്ദനുണ്ണിയും ഉണ്ട്. ഞണ്ടുകളുടെ നാട്ടിലും ബ്ലാക്ക് ഹ്യൂമറിന്റെ ഒരു ഇത് കിടക്കുന്നത്, അതും ഒരു ഫാമിലി ആണ്. കാരണം ക്യാൻസർ എന്നുള്ളൊരു രോഗം നമ്മൾ എത്രമാത്രം പേടിച്ചും ഇതൊക്കെ ആയിട്ട് നോക്കുന്നതാണ്. അതവർ ഭയങ്കര രസമായിട്ട് അത് ഹ്യൂമറിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. അതും ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറിൽ എടുത്ത ഒരു പടമാണത്. ഇപ്പൊ ഈ ക്യാരക്ടർ ഡിസൈൻ വരുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ ഭരതനാട്യത്തിൽ എല്ലാ ക്യാരക്ടറിനും ഈക്വൽ സ്പേസ് ആയിരുന്നില്ല. പക്ഷേ മോഹിനിയാട്ടത്തിലോട്ട് വരുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ സ്പേസ് ഉണ്ട്, അവർക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ ഈ ദൃശ്യം റെഫറൻസ് ഉണ്ടായിരുന്നല്ലോ, അപ്പം ഈ ദൃശ്യം പടം കണ്ടപ്പോൾ അതിനകത്ത് ജോർജ് കുട്ടിയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പലരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞത് അയാൾക്ക് ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടായിരിക്കാം. അയാൾ ഇത് ഈ ചെയ്യുന്ന ഈ ഒരു സംഭവം അയാൾ പോലും അറിയാതെ അയാൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം.
സാധിക്കുന്നുണ്ടായിരിക്കും. ആളുടെ ഒരു സ്കില്ലാണല്ലോ ഈ സിനിമ കണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ ക്യാരക്ടർ ഡിസൈനിൽ ഈ കുടുംബം അവരുടെ ഒരു മൈൻഡ് സെറ്റ്, അവിടെ എവിടെയെങ്കിലും ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഈ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വന്നിരുന്നോ? അല്ല, ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള കുടുംബം എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി. പിന്നെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ വഴി. രക്ഷപ്പെടാൻ ഏത് പീക്ക്, ഒരാളവിടെ തൂങ്ങി ചത്തുവരെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ അതിന്റെ പീക്കിലോട്ട് പോവുക, എന്ത് വില കൊടുത്ത് രക്ഷപ്പെടുക എന്നുള്ളൊരു ചിന്തയിൽ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇവരങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരല്ല. അങ്ങനെയൊന്നും ചിന്ത പോയില്ലല്ലേ? ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ വ്യാഖ്യാനങ്ങൾ പോയിട്ടില്ല. അവര് പറ്റിപ്പോയതാണ് അവരുടെ ഇത്. പിന്നെ പോയി ജയിലിൽ കിടക്കാൻ ആർക്കും മനസ്സില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇപ്പൊ ഇതിന്റെ ആർട്ടിസ്റ്റുകൾ, ഫസ്റ്റ് ഓഫ് ഓൾ സുരാജ് വെഞ്ഞാറമൂട്, ഇപ്പം അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് കൃഷ്ണദാസൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പോസും സ്റ്റോപ്പും എല്ലാം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയെന്നുള്ളത് അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അദ്ദേഹം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഹ്യൂമർ സാധനമായിരിക്കും, കോമഡി സാധനമായിരിക്കും. എന്നാൽ ഒരു വില്ലനിസത്വം അതുപോലെ തന്നെ കോമഡി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ്, ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി നിന്നുള്ള ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, നീ പോടാ വഴി പോക്കാന്നൊക്കെ പറയുന്നത്, അത് നല്ല നല്ല കിട്ടിലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹം തന്നെയായിരുന്നു ഈ ഒരു റോളിൽ, ഗോവിന്ദരാജ് എന്നുള്ള റോളിൽ ഫസ്റ്റിൽ വന്നത് അദ്ദേഹം തന്നെയായിരുന്നു അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പ്രത്യേകിച്ചും ആസ് എ ഡയറക്ടർ എന്താണ് കൃഷ്ണദാസിന് അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് തോന്നിയത്? കാരണം സിനിമ റിലീസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? സുരാജ് ചേട്ടൻ നമുക്കിപ്പോൾ ഈ ക്യാരക്ടർ ആക്ച്വലി ടോട്ടലി സീരിയസ് ആക്കുക എന്നുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത് ആദ്യം. അത് ഹ്യൂമറിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നില്ല. വൺസ് സുരാജ് ചേട്ടൻ കാസ്റ്റ് ആയതിനു ശേഷം, ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ചെറിയൊരു ഫ്ലേവർ കൊടുക്കാം തമാശയുടെ എന്നുള്ളത് ഉണ്ടായിരുന്നത്. അതുവരെ തമാശ പരിപാടിയ ക്യാരക്ടർ ഉണ്ടാകുന്നില്ല. കാരണം അതിലോട്ട് വല്ലാതെ തമാശ പോയി കഴിഞ്ഞാൽ ആളുകൾക്കൊരു ഇഷ്ടം തോന്നിയാൽ നമ്മുടെ ഫാമിലിയുടെ പിന്നെ ആൾക്കാർ നിൽക്കില്ല. ഐ മീൻ മർഡർ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫാമിലിക്കൊപ്പം നിൽക്കണമല്ലോ, നല്ല ത്രൂ ഔട്ട് സിനിമ നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ മാക്സിമം നെഗറ്റീവ് ആക്കി കാണിക്കുക എന്നുള്ളതായിരുന്നു ആ ക്യാരക്ടറിനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സുരാജേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇത് രണ്ടും ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒരു ഹ്യൂമർ ഫ്ലേവർ ഉണ്ടെങ്കിൽ പോലും പുള്ളിയുടെ ഒരു വില്ലൻ ഷെയ്ഡും ഒരുപോലെ വന്നോളും എന്നുള്ളത് കൊണ്ടായിരുന്നു പിന്നെ അങ്ങനെ ചെറിയ ഇത് കൊടുത്തത്. അല്ല, പിന്നെ ഈ സിനിമയിൽ അദ്ദേഹത്തിനൊരു അവസ്ഥയുണ്ടല്ലോ, അതിനെക്കുറിച്ച് സ്ക്രിപ്റ്റിൽ പറഞ്ഞത് കേട്ടപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ റിയാക്ഷൻ? ആക്ച്വലി ഇതിന്റെ ക്ലൈമാക്സ് പരിപാടികളൊന്നും ഇതിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ചേട്ടൻ അവസാനം കാണിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും പറഞ്ഞിരുന്നില്ല. അവിടെ ഇങ്ങനെ കൊണ്ടുപോകും, പിന്നെ അവരതൊക്കെ ഡീൽ ചെയ്യും. അത് അറിഞ്ഞപ്പോ, അത് കണ്ടപ്പോ സുരാജേട്ടൻ സിനിമ കണ്ടോ? സുരാജേട്ടൻ ഞങ്ങൾ നേരിട്ട് കണ്ടില്ല, സുരാജേട്ടൻ ട്രിവാൻഡ്രത്താണ് കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പോ എന്തായാലും സുരാജേട്ടൻ പറഞ്ഞു? കണ്ടിട്ട് ഞാൻ വിളിച്ചിട്ടില്ല. ഒരു വല്ലാത്ത അവസ്ഥയായി പോയല്ലേ? അതെ അതെ. ഈവൻ ഡബിങ് പോയിന്റ് ആണെങ്കിലും പുള്ളി ഒരു പോയിന്റ് വരെ ആണ് പടം കാണിച്ചിരുന്നത്. അതിനപ്പുറത്തോട്ട് ഞാനും കാണിച്ചൊന്നുമില്ല. ഇപ്പൊ ആ ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ഈ സുരാജേട്ടന് ആയിട്ടും മറ്റു ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ, അത് ഭയങ്കര രസമായിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അതിന്റെ ഒരു സ്റ്റേജ് കോറിയോഗ്രാഫി ഉണ്ടല്ലോ, അതിന്റെ ഒരു സംഭവം, അതെങ്ങനെയാണ് കോറിയോഗ്രാഫി ഡിസൈൻ ചെയ്തതും ഷൂട്ട് ചെയ്തതും? കാരണം ആ സമയത്ത് ഈ ആൾക്കാർ പറയുന്ന ഡയലോഗ് തന്നെ വളരെ നല്ല ഷാർപ്പായിട്ടുള്ള ഡയലോഗാണ്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു കോറിയോഗ്രാഫി? ഡയലോഗ്സ് ഒരുവിധം എല്ലാം ഡബില് നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഫൈറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളാണ് അവിടെ നിൽക്കുന്നത് എല്ലാം. അത് ഈ പറയുന്ന ഗോവിന്ദരാജ, ഐ മീൻ ഫൈറ്റ് ചെയ്യാൻ അറിയാത്ത പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് കിട്ടും, ആർട്ടിസ്റ്റുകളുടെ കാര്യമല്ല പറഞ്ഞ ക്യാരക്ടേഴ്സ് തന്നെ അങ്ങനെയാണ്. അപ്പൊ അവരവരുടെ അന്നേരം കയ്യിൽ കിട്ടാവുന്ന തക്കാളിയും പടവലങ്ങയൊക്കെ എടുത്തിട്ട് അടിക്കുക എന്നുള്ളത് മാത്രം അവർക്ക്. പ്രധാനമായിട്ടും ഇയാളെ ഒച്ച വെക്കാതിരിക്കുക, വാപ്പത്തി പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പുള്ളി കൂടി സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അതൊരു ഫൈറ്റ് പോലെ ആയി മാറി. കൃഷ്ണദാസ് അവർക്ക് കൊടുത്തൊരു ഫീഡ് എന്തായിരുന്നു? ഒന്നുമില്ല, അയാളോട് വാതുറപ്പിക്കരുത്, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് വാതുറക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഫൈറ്റ് കാണുമ്പോൾ തന്നെ, പ്രത്യേകിച്ചും അതിനകത്ത് സ്ത്രീകളും കൂടെ ഉൾപ്പെടുമ്പോഴാണ് അതിനൊരു മുറുക്കം വരുന്നത്. അതിനകത്ത് കലാരഞ്ജിനി മാം ഒക്കെ ഉണ്ടല്ലോ, നല്ല അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ കലാരഞ്ജിനി മാം, അപ്പോൾ മോഹിനീശ്വരി, പെട്ടെന്ന് മോഹിനീശ്വരി എന്നുള്ള ആ
പേരും കലാരഞ്ജനി മാമിൻ്റെ ആ ഒരു ഫേസും ഭയങ്കര ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. മാം നല്ല രീതിയിലാണ് അതിനകത്ത് പെർഫോം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭരതനാട്യത്തിൽ തന്നെ ആ ഒരു ഹ്യൂമർ എലമെൻ്റൊക്കെ മാം നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് ഇതിലോട്ട് വരുമ്പോൾ ഈ മോഹിനീശ്വരി എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കലാരഞ്ജനി മാം ആണ് എന്നുള്ളതുണ്ടല്ലോ, അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയായിരുന്നു? അല്ല, നമുക്ക് ആദ്യം ഈ ഒരു അമ്പലം പരിപാടി പിടിക്കാമെന്ന് കരുതിയിരുന്നത് ഭരതനാട്യത്തിൻ്റെ സീക്വൽ അടുത്ത ഭാഗം എന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ ഇപ്പം എല്ലാവരും പറഞ്ഞിരുന്നു റിലീസിന് മുന്നേ ഇത് ഭരതനായരുടെ 3ാമത്തെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ ശശിധരൻ്റെ 2ാമത്തെ ഭാര്യ ഉണ്ടാവും, വേറെ കല്യാണം. എല്ലാവരും ഒരു അവിഹിത ലൈനിലോട്ട് പോകുന്നുണ്ടാവും. നമുക്കും തോന്നിയിരുന്നു ഇവർ അങ്ങോട്ട് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഭരതനാട്യത്തിൽ അധികം അങ്ങോട്ട് ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള വേറൊരു ട്രാക്ക് ഉണ്ടായിരുന്നു, ഒരു അമ്പലം ഗൃഹപൂജ, ഒരു തരികിട പൂജപ്പരിപാടി നടത്തുന്ന ഒരു ട്രാക്ക് കൂടി നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ട്രാക്ക് പിടിച്ചിട്ട് പോവാം, അവിഹിതം അവിടെ ഇരുന്നോട്ടെ, ആളുകളത് പറഞ്ഞോട്ടെ, നമുക്ക് ഇപ്പുറത്ത് പിടിക്കാമെന്ന് കരുതിയിട്ടാണ് സൈജുചേട്ടൻ്റെ ക്യാരക്ടർ നാട്ടിൽ ചെറിയ ചെറിയ പൂജ പരിപാടികളും കാര്യങ്ങളൊക്കെ അതിൽ ഇച്ചിരി കൃത്രിമം കാണിച്ച് ഉടായ്പ് കാണിച്ച് പോകുന്ന ആളാണ് എന്നുള്ള രീതിയിൽ. അപ്പം അച്ഛൻ അതിനേക്കാളും വലിയ സ്കെയിലിൽ ഉടായ്പ് ചെയ്ത ആളാവാം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു അമ്പലം പരിപാടിയിലോട്ടേക്ക് എത്തിയത്. പിന്നെ അത് കുറച്ചുകൂടി ഫണ്ണാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിലാണ് നമുക്ക് ഇവിടെ പുള്ളിയുടെ ഭാര്യയുടെ ചായയിലുള്ള ആൾ തന്നെയാണ് ദൈവം കൊടുത്തതെന്നുള്ളതും പുള്ളിക്കാരൻ്റെ അമ്മയുടെ പേരാണ് ദൈവത്തല്ല അച്ഛമ്മയുടെ പേരാണ് ദൈവത്തിന് കൊടുത്തതെന്നുള്ളതൊക്കെ. പിന്നെ അതങ്ങനെ ഭരതനായരിലോട്ട് കണക്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഭരതനായർ എന്തുമാത്രം ഫ്രോഡാണ് എന്ന് കാണിപ്പിക്കാനായിട്ട് എന്തൊക്കെ ഫണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ. അല്ല, അവിടെയാണ് ഇപ്പോൾ എന്തുകൊണ്ട് ഭരതൻ നായർ ആദ്യത്തെ ഭാര്യയുടെ ആ ഒരു ഫേസ് ദേവീ രൂപമാക്കി എന്നുള്ളതുണ്ടല്ലോ. അപ്പം അദ്ദേഹം ഈ മുൻ ഭാര്യയുമായിട്ടുള്ള ഒരു കണക്ഷൻ അതും അവിടെ പറയുന്നുണ്ടോ? അദ്ദേഹത്തിന് ഭാര്യയോടുള്ള ഒരു സ്നേഹമാണോ? അല്ലല്ല, പുള്ളിക്കാരന് ഓർമ്മയിൽ വന്നത് ചെയ്തു എന്നുള്ളത് വളരെ വളരെ സിമ്പിളാണ്. അതിലല്ല പുറത്തോട്ടേക്ക് കാര്യമായിട്ട് സ്നേഹം കാരണം ചെയ്തു എന്നുള്ളതൊന്നല്ല. ഇപ്പൊ ഭരതൻ നായർ എന്നുള്ളൊരു കഥാപാത്രം സായികുമാർ അതിഗംഭീരമായിട്ടാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഈ ഭരതനാട്യത്തിൽ ആ തെങ്ങിൻ്റെ താഴെ നിൽക്കുന്ന ആ ഷോട്ടൊക്കെ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ഈ മോഹിനിയാട്ടത്തിലെത്തുമ്പോൾ ശരിയാണ് അദ്ദേഹം മരിച്ചുപോയി, ഫ്ലാഷ് ബാക്കിലോ ഭരതൻ നായരെ കൊണ്ടുവരാം അങ്ങനെ ഒരു തോട്ടുണ്ടായിരുന്നു? തോട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് വെച്ചതായിരുന്നു പിന്നീടുള്ള ഡ്രാഫ്റ്റുകളിൽ. കാരണം ഭരതൻ നായരെ സ്ക്രീനിൽ കാണിക്കാതെ തന്നെ ഭരതൻ നായരുടെ ഇമ്പാക്ട് കിട്ടുന്നതായിരിക്കും കൂടുതൽ ഭംഗി എന്ന് തോന്നി. ഭരതൻ നായരെ കുറിച്ച് ഭരതനാട്യത്തിൽ വന്ന റൈറ്റപ്പുകളേക്കാൾ കൂടുതലാണ് മോഹിനിയാട്ടത്തിൽ വരുന്നത്. മറ്റേ മഞ്ഞുമലയൊക്കെ കാണിച്ചുകൊണ്ട് ഭരതനാട്യത്തിലെ ഭരതൻ നായർ ഇത്രയേ ഉള്ളൂ, മോഹിനിയാട്ടത്തിലെ ഭരതൻ നായരാണ് താഴേക്ക് മഞ്ഞുമല കാണിച്ചുകൊണ്ടൊക്കെ ഉള്ള ട്രോളുകൾ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതിനായിരിക്കും കൂടുതൽ ഭംഗി. ഒരു ക്യാരക്ടറിനെ നമ്മൾ സ്ക്രീനിൽ കാണിക്കാതെ അയാൾക്ക് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുന്നതിനായിരിക്കുമല്ലോ. അതങ്ങനെ മതിയെന്ന് പിന്നെ തീരുമാനിച്ചായിരുന്നു. ഇപ്പോൾ ബേബി ജീൻ, നമ്മൾ സാധാരണ ബേബി ജീൻ ഒരു ഇപ്പം കായ് പോലത്തെ ഒരു നല്ലൊരു റാപ്പ് സോങ് ഒക്കെ പാടി ഒരു ഇൻ്റർനാഷണൽ ലുക്കുള്ള ഒരു ആളാണ്, മ്യൂസിഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു തനി നാട്ടിൻപുറത്തുകാരനാക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ ചൊറി ഡയലോഗ് പറയുക, സുഭാഷ് 2. അപ്പോൾ ഇങ്ങനെയാണ് ബേബി ജീൻ മനസ്സിലായി. കാരണം അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഡയലോഗ് ഡെലിവറി എല്ലാം നല്ല ചൊറി ഡയലോഗ് ഡെലിവറി എല്ലാം. മാത്രമല്ല ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു കൊലപാതകത്തെക്കുറിച്ച് പറയുമ്പോൾ കട്ടയ്ക്ക് നിന്നോളണം കേട്ടോ, അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ. അത് ഈ ബേബി ജീൻ എങ്ങനെയാണ്? അത് കൃഷ്ണദാസിന്റെ മനസ്സിലാണോ ബേബി ജീൻ എന്നുള്ള വന്നത്? ഇതിനു മുൻപ് നിങ്ങൾ മീറ്റ് ചെയ്യോ സംസാരിക്കുകയോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെ ബേബി ജീൻ വന്നത് എങ്ങനെയാ? നമുക്ക് അതിലൊരു കാസ്റ്റിംഗിൽ ഉണ്ടായിരുന്നൊരു കാര്യം, നമുക്ക് ആ ഒരു സുഭാഷ് 2 എന്ന് പറയുന്ന പുള്ളി എന്തായാലും ഈ ഇപ്പോഴത്തെ പ്രസന്റ് ഇപ്പൊ ജെൻസി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്നുള്ള അല്ലെങ്കിൽ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആയിരിക്കണം വരേണ്ടത് എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ സംഗീതമായിരുന്നു മുമ്പുണ്ടായിരുന്നത് ഓപ്ഷൻ. സംഗീത് പ്രതാപായിരുന്നു. അപ്പോൾ സംഗീത് പ്രതാപ് ലാസ്റ്റ് ടൈം വരെ ഉണ്ടായിരുന്നു. പക്ഷേ സെയിം ടൈമിൽ തന്നെ അവന് വേറൊരു പടം മുമ്പ് കമ്മിറ്റ് ചെയ്ത സിനിമയായിട്ട് ഡേറ്റ് എല്ലാം കൂടി ഒരുമിച്ചായി പോയി. ബത്ലഹേം ആണെന്ന് കരുതുന്നു, അത് മെഡിക്കൽ മിറാക്കിളാണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ എല്ലാം ഒരേ ടൈമിൽ തുടങ്ങുന്നു എന്നുള്ള പോലെ. ഇപ്പൊ നമുക്കാണെങ്കിൽ എന്തെങ്കിലും 10-35 ദിവസം വേണം, മാറി മാറി പടം ചെയ്യുക എന്നുള്ളതും പോസിബിൾ ആയിരിക്കില്ല. നമ്മുടെ ആണെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിലും ഉണ്ട് എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യേണ്ട ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളതിൻ്റെ. അപ്പം അതിനിടയിൽ ഇതും 10-35 ദിവസമൊക്കെ ആയപ്പോൾ അപ്പം അങ്ങനെ നമ്മൾ മാറിയതായിരുന്നു. പിന്നീട് പിന്നെ അത് ആര് എന്നുള്ള ആലോചനയിൽ പോയപ്പോഴാണ് നമുക്കിപ്പോൾ ജിംഖാനെ കുറിച്ച് ആലോചിച്ചു, ജിംഖാനിലെ കാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോഴാണ് ബേബിയിലോട്ടേക്ക്
ബേബി വന്നാൽ രസമായിരിക്കും. കാരണം ബേബി ജീൻ്റെ ഒരു പ്രൊഫൈൽ വെച്ച് അവനെന്താണ് ഈ പടത്തിൽ കാര്യം എന്നുള്ളൊരു തോട്ട് ആൾക്കാർക്ക് വരുമല്ലോ. ഭരതനാട്യം പോലത്തെ ഒരു സിനിമ, അതിനകത്ത് ഇന്റർനാഷണൽ റാപ്പർ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലോ ആൾക്കാർക്ക്. അങ്ങനെയായിരുന്നു ബേബിയിലോട്ട് പോയതും അവൻ്റെ അടുത്ത് കഥ പറഞ്ഞതും. അപ്പോൾ അവൻ ഇന്നാവാൻ സാധ്യത ഉണ്ടാവില്ല, നമുക്ക് പോയി പറയാം എന്തായാലും എന്നുള്ള രീതിയിലാണ് പോയത്. കാരണം ഇങ്ങനെ ഒരു നാട്ടിൻപുറം സിനിമ പുള്ളി പിടിക്കുമോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചെന്ന് സംസാരിച്ചപ്പോൾ അല്ലെ ആ ഒരു ഡയലോഗ് ഡെലിവറിയിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇനിഷ്യലി തോന്നിയിട്ടുണ്ടായിരുന്നു? അത് അവൻ ഇപ്പൊ കുറെ പേര് ഉണ്ടായിരുന്നു അവൻ അങ്ങനെ പെർഫോം ചെയ്യിപ്പിച്ചെടുത്തു എന്നൊക്കെ ഉള്ളത്. അങ്ങനെ പെർഫോം ചെയ്യിപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അവന്റെ ഒരു സംസാര ശൈലി എന്ന് പറയുന്നത് സാധാരണ ഇന്റർനാഷണൽ റാപ്പറാണെന്നേ ഉള്ളൂ. ആള് സാധാരണ മലയാളി തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചില ഏരിയാസിലുള്ള ചില തിരുത്തലുകൾ അതെല്ലാവർക്കും ഉണ്ടാവും. ആ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നമ്മൾ ചെറിയ തിരുത്തലുകൾ കൊടുക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ വേവിക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അവൻ തന്നെ പെർഫോം ചെയ്തിട്ടുള്ളതാണ്. അതല്ലാതെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവരെ നാട്ടുമ്പുറം ആക്കി മാറ്റേണ്ട വന്നിട്ടൊന്നുമില്ല. അവന്റെ കാലിബർ തന്നെയാണ് അവിടെ കാണുന്നത് സ്ക്രീനിൽ. അല്ല, എപ്പോഴെങ്കിലും ബേബി ജീന് ഒരു കൺസേൺ ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്നത് ഓക്കെ ആണോ അങ്ങനെ എന്തെങ്കിലും കൺസേൺ? അതിങ്ങനെ അവൻ ചോദിക്കും, ഓക്കെ അല്ലേ ചേട്ടാ എന്നുള്ളത് ചോദിക്കും. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ആക്കണമെന്നല്ല, നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഭയങ്കര പ്രൊഫഷണലാണ്. സമയത്തിന് വരിക, പെർഫോം ചെയ്യുക, കാര്യങ്ങൾ എന്തെങ്കിലും വേറെ ടേക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ പോവാം, റെഡിയാണ് എന്നൊക്കെയുള്ള. അപ്പോൾ ഭയങ്കര പ്രൊഫഷണലാണ്. ഇപ്പോൾ നന്ദു ചേട്ടൻ നന്ദു പൊതുവാള് സിനിമയിൽ വർഷങ്ങളായിട്ട് നിൽക്കുന്നൊരു നടനാണ്. ഇപ്പോൾ സുരാജിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, നീ പോടാ വഴി പോക്കാന്ന് പറയുന്നത്. ഇപ്പോൾ നന്ദു ചേട്ടൻ എല്ലാവരും വിളിക്കുന്നത് തന്നെ വഴിപോക്കൻ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണദാസ് തന്നെ പറഞ്ഞല്ലോ, ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു കൃഷ്ണദാസിന് നന്ദി പറഞ്ഞുകൊണ്ട്. കാരണം ഈ വഴിപോക്കൻ റോളിലും അയൽവാസി റോളിലും മാത്രം ഒതുങ്ങിയത് അത് ഇത്രയും വർഷമായി സിനിമയിൽ. നന്ദു ചേട്ടൻ നല്ലൊരു റോളാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നന്ദു ചേട്ടൻ്റെ ഡയലോഗ് ഡെലിവറി, കുട്ടികളുടെ പരീക്ഷയുടെ സമയത്ത് എൻ്റെ കിറ്റ് എൻ്റെ ഇഷ്ടം, അങ്ങനെ ഡയലോഗൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നന്ദു ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിനൊരു ബ്രേക്ക് ത്രൂ ആണ് ഈ ഒരു റോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനുശേഷം നന്ദു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ കൃഷ്ണദാസിന്? എന്തായാലും അദ്ദേഹത്തിൻ്റെ നല്ലൊരു റോളാണ് കൃഷ്ണദാസ് കൊടുത്തത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ജീവിതാവസാനം വരെ കൃഷ്ണദാസിനോട് അത്രയും നന്ദിയും കടപ്പാടും കാണും. അങ്ങനെയില്ല, എന്താവശ്യമില്ല. പുള്ളി ആക്ച്വലി ഇതിന് മുമ്പും നന്ദുചേട്ടൻ പറഞ്ഞിരുന്നു, ത്രൂ ഔട്ട് റോള് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു, ജോഷി സാറിൻ്റെ മറ്റുമായിരുന്നു. പക്ഷെ അത് പടം ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്ത് തീർന്നില്ല. എത്ര ദിവസം മുന്നേ ഡ്രോപ്പായി പോയതായിരുന്നു. അതിൽ ത്രൂ ഔട്ട് റോളായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞത്. മുമ്പേ വരേണ്ടതായിരുന്നു. അങ്ങനെ പല പല കാരണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ, പിന്നെ ബിസി ആണല്ലോ, പ്രൊഡക്ഷൻ കൺട്രോളറാണ് എന്നൊക്കെയുള്ളതിൻ്റെ തിരക്കും വേറെ ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്കാണിപ്പോൾ അത് പുള്ളിയെ ത്രൂ ഔട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഓഡിയൻസിലോട്ടേക്ക് എത്തിക്കാൻ പറ്റിയത് എന്നുള്ളത് എൻ്റെ ഭാഗ്യം. ഇപ്പോൾ സിനിമയിലെ ദൃശ്യം റെഫറൻസ് ഉണ്ടല്ലോ, ഇപ്പം അത് ട്രെയിലറിൽ വന്നപ്പോഴും ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇന്നലെ ജിത്തു ജോസഫ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ സിനിമ കണ്ടു, മോഹിനിയാട്ടം കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ജിത്തു സാറ് കൃഷ്ണദാസിനെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നേരിട്ട് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? സിനിമ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞങ്ങള് ദൃശ്യം 3 ഡബ്ബും നമ്മുടെ ഡബ്ബും ഒരുമിച്ചാണ് നടക്കുന്നുണ്ടായിരുന്നത് വിസ്മയ മാക്സിൽ. അപ്പുറത്തെ റൂമില് സ്റ്റുഡിയോയില് ദൃശ്യം 3യുടെയും ഇപ്പുറത്ത്. അപ്പോൾ അന്ന് ഡബ്ബ് നടക്കുന്ന സമയത്ത് സാറോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിനെ പോയി കണ്ടു പരിചയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ അന്നേരം ആലോചിച്ചു അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ സീൻ കാണിച്ചു കൊടുത്താലോ എന്ന്. പിന്നെ തോന്നി വേണ്ട, ഇതൊന്നും വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാലോ എന്നുള്ളതുകൊണ്ട് പിന്നെ കാണിക്കാതൊന്നുമില്ല. പരിചയപ്പെട്ട് അവിടെ നിന്ന് ഞാൻ പോകുന്നു. എന്നാലും അദ്ദേഹത്തിന് അത് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ആ റെഫറൻസ്. ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു മോഹിനിയാട്ടത്തെ കുറിച്ച്. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞായിരുന്നു, അതായത് ഈ സിനിമയും രാഷ്ട്രീയവും ഏകദേശം ഒരുപോലെയാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അധികാരം ഉണ്ടെങ്കിൽ നമ്മളോട് എല്ലാവരും ഉണ്ട്, സിനിമയിൽ സക്സസ് ഉണ്ടെങ്കിൽ നമ്മളോട് എല്ലാവരും ഉണ്ട്. ഇപ്പം ഭരതനാട്യം തിയേറ്ററിൽ വർക്കായില്ല, മോഹിനിയാട്ടം വലിയൊരു സക്സസ് ആയി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് എന്താണ് കൃഷ്ണദാസിന്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളത്? ഭരതനാട്യത്തിൽ തന്നെ എനിക്ക് രണ്ടും ഫേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഭരതനാട്യത്തിന് റിലീസിന് മുമ്പ് മൊത്തത്തിലൊരു നല്ല ടോക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് പലരും ചുറ്റിലുണ്ടായിരുന്നു. ഭരതനാട്യം തിയേറ്ററിൽ പാളി പോയി കഴിഞ്ഞപ്പോൾ മറ്റേ വെടിവെച്ചൊരു കാക്ക പറക്കണ പോലെ ഒക്കെ പോയി. തിരിഞ്ഞു നോക്കുമ്പോൾ ആരും ഇല്ല, അവിടെ പോയി, ഇത് ഇങ്ങനെയായിരുന്നില്ല ഇന്നലെ വരെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് OTT സക്സസ് ചെയ്യുമ്പോൾ വീണ്ടും കാക്കകൾ തിരിച്ചെത്തി. അപ്പോൾ മനസ്സിലായി ഇങ്ങനെയാണല്ലേ, ഇത് എന്ത് മനുഷ്യന്മാരാണെന്നുള്ളത് അന്ന് തോന്നിയായിരുന്നു. അല്ല, അത് ഏതെങ്കിലും രീതിയിലൊരു പ്രഷറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? കാരണം നമ്മൾ നിൽക്കുന്ന ഒരു തൊഴിൽ മേഖല, അതിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്. സക്സസ് ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്, സക്സസ് ഇല്ലെങ്കിൽ ആരും നമ്മളെ കൂടെ ഇല്ല. അത്തരം ഒരു തൊഴിൽ മേഖലയിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി അത് ഫേസ് ചെയ്യുന്നുണ്ടോ?
ഇൻസെക്യൂരിറ്റി അല്ല, നമ്മൾ ഇത്രയും കാലം നമ്മൾ നിന്നിട്ടുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള റിലേഷനാണ്. ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. കാരണം ഇവരൊക്കെ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഇവർ സക്സസ് കണ്ടിട്ടാണോ വന്നിട്ടുള്ളത്, അതല്ലാതെ വന്നിട്ടുള്ളതാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഓരോരുത്തരുടെ അപ്രോച്ച് കാണുമ്പോൾ. അപ്പം അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും സക്സസ് ഇല്ലാത്തപ്പോൾ നമ്മുടെ ഒപ്പം നിന്നവരെ അങ്ങനെ അങ്ങ് കൊണ്ടുപോവുക, ബാക്കിയൊക്കെ വന്നു പോട്ടെ. ലൈഫിൽ വന്നു പോകുന്ന കുറേ മുഖങ്ങളുണ്ടാവുമല്ലോ, അങ്ങനെ കാണുക എന്നുള്ളത് നിവൃത്തിയുള്ളൂ. പിന്നെ പോകെ പോകെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെ നിൽക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ പിടിക്കാന്ന് മാത്രം. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രസ് മീറ്റിൽ സൈജു ഗ്രൂപ്പ് ഇമോഷണൽ ആയിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു കൃഷ്ണദാസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങൾ 3 പേര് സംസാരിച്ചു. 4ാമത്തെ ചേട്ടൻ്റെ കയ്യിൽ മൈക്കിട്ടായിരുന്നു സൈജു ഗ്രൂപ്പ് ഇമോഷണൽ ആയത്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഭയങ്കരമായിട്ട് ഇമോഷണലായി. കാരണം സിനിമ എത്രത്തോളം റിസ്കി ആയിട്ടുള്ള ഒരു ഫീൽഡാണെന്നുള്ളതും, അത് ജയം ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നു, പരാജയം നമ്മളെ ഭയങ്കരമായിട്ട് തളർത്താനും സാധ്യതയുണ്ട്. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള ആ ഒരു വാർത്ത കേട്ടിട്ടായിരിക്കും അദ്ദേഹം ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയതല്ല. അപ്പം ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷണൽ ഫേസ് കണ്ടപ്പോൾ പെട്ടെന്ന് എന്താണ് ആ സമയത്ത് തോന്നിയത്? അല്ല, എനിക്കത് തോന്നിയത് ഭരതനാട്യം തിയേറ്ററിൽ പാടെ അങ്ങ് പൊളിഞ്ഞ് പാളിച്ചായി കഴിഞ്ഞ സമയത്ത് സൈജോട്ടനെ വിളിച്ചിരുന്നു ഒരു ദിവസം രാത്രി. കാരണം ഞാൻ പരിപാടി നിർത്താൻ പോവുകയാണ്, ഇതിന് വർക്കൗട്ടാവും തോന്നുന്നില്ല, വേറെ ജോലി നോക്കിയാലോ എന്ന് ആലോചിക്കണം. ഞാൻ അനുവിനോട് ചേച്ചി വൈഫ് സംസാരിച്ചു. അപ്പോൾ സൈജുവിന് ഇഷ്ടമുള്ള പോലെ എന്നാ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളി ഏതാണ്ട് ഒരു ഡിപ്രഷൻ ഇതിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പോകുന്നത് 20 വർഷമായിട്ട് സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നൊരു മനുഷ്യൻ ഞാൻ വന്ന് പടം ചെയ്ത് ഫീൽഡ് ഔട്ട് ആക്കിയൊരു കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞില്ല, ഞാൻ ചെയ്തതിൽ നല്ലൊരു പടമായിരുന്നു ഭരതനാട്യം എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലും തിയേറ്ററിൽ കാണാൻ ആളില്ല എന്നുള്ളൊരവസ്ഥ വന്നു. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നൊക്കെയുള്ള ഞാൻ ചേട്ടാ ക്യാരക്ടർ റോൾസും ചെയ്യാലോ, അപ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി മൊത്തത്തിലൊക്കെ താഴ്ന്നു നിൽക്കുമായിരുന്നു. നമുക്കപ്പോൾ അതേ സിനിമയുടെ തന്നെ 2ാം ഭാഗത്തിൽ എന്തായാലും പുള്ളിക്ക് സക്സസ് കൊടുക്കാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര പ്രൗഡ് തോന്നി. പിന്നെ സൈജോട്ടൻ അച്ഛനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളതാണ്, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാണെന്നുള്ളത് ചേട്ടൻ്റെ വർത്തമാനങ്ങൾ എപ്പോഴും തോന്നാറുള്ളതാണ്. വന്ന് കയ്യിൽ നിന്ന് പോയി പുള്ളിക്ക് ആ ഒരു സക്സസ് പരിപാടി. പുള്ളി ഹീറോ ആയിട്ടുള്ളൊരു പടം ഈ ഒരു രീതിയിൽ റിസപ്ഷനൊക്കെ കിട്ടുന്നതൊക്കെ കാണാൻ ഇപ്പോൾ അച്ഛനുണ്ടായില്ല എന്നുള്ളതിൻ്റെ ഒരു ഉണ്ടാവില്ല. ഇപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, ഇനി നമ്മൾ സ്വാഭാവികമായിട്ടും കുച്ചിപ്പുടി ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കഥകളി ആയിരിക്കാം, വരുന്നുണ്ടല്ലേ? അതെ, ഞങ്ങളുടെ അല്ല, മറ്റേ വിഷ്ണു കൃഷ്ണനൊക്കെ ഹീറോ ആയിട്ടുള്ള മാർത്താണ്ഡൻ സാറിന്റെ സിനിമ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇനി ഈ ക്രോണിക് ബാച്ചലർ ആയിട്ടുള്ള ശശിയേട്ടൻ കല്യാണം കഴിക്കുമോ, ഇനി ഒരു നായിക വരുമോ 3ാം ഭാഗത്തില്? കാരണം അതിനകത്ത് ഒരു പ്രൊമോ വീഡിയോയിലാണെന്ന് തോന്നുന്നു സുഭാഷ് അഭിരാം രാധാകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, നിന്റെ ചേട്ടനും ഏതെങ്കിലും ചിഹ്നമേട് കാണുമല്ലോ. അപ്പം ഇങ്ങനെ ചവിട്ടിയിട്ട് ഞാൻ ശശി തറവാടി. അപ്പോഴാ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നി 3ാം ഭാഗത്തില് ശശിയേട്ടൻ കല്യാണം കഴിക്കുമോ. അതിന്റെ ചിന്തകളൊന്നും അല്ല, അതിന്റെ കല്യാണത്തിനെ കുറിച്ചോ? ശശിയേട്ടനെ കല്യാണം കഴിപ്പിക്കുന്നത് അതൊരു വലിയൊരു ആഘോഷമായിരിക്കില്ലേ? ഒന്നും പറയണ്ടല്ലേ. പിന്നെ ഈ സിനിമയിൽ ആ വീടിന്റെ ഇന്റീരിയർ ഉണ്ടല്ലോ, ഞാൻ ആദ്യം ആ വീട് കണ്ടപ്പം അതിന്റെ ഒരു ഷെയ്ഡും ടോണും കണ്ടപ്പോൾ വിചാരിച്ചു എന്തോ ഒരു സംതിങ് റോങ് എനിക്ക് ആ വീട് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ആ വീട്ടിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് കണ്ടപ്പോൾ ആ വീടിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ ഇതുമായിട്ടും ആ ടോണും കളറും ലൈറ്റും എല്ലാം. അപ്പോൾ ആ വീടിന്റെ ഇന്റീരിയറിന്റെ ഒരു ഡിസൈൻ അത് എങ്ങനെയാണ്, അത് ഈ പർപ്പസ്ഫുള്ളി ഈ ഒരു അവരുടെ ഈ ചെയ്യാൻ പോണ പ്രവൃത്തിയായിട്ട് ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളൊരു ഡാർക്ക് ഹ്യൂമർ പരിപാടി സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. അത് ഞാൻ അതുപോലെ തന്നെയാണ് നമ്മുടെ DOP-യോടും നമ്മുടെ ആ ഡയറക്ടറായിട്ടുള്ള ദിൽജിത്തേട്ടൻ്റെ അടുത്തൊക്കെ ഞാൻ ഒരു റെഫറൻസ് പരിപാടികൾ കൊടുത്തിട്ട് തന്നെയാണ് ചേട്ടാ ഇങ്ങനെ ഒരു മൂഡ് പരിപാടി നമുക്ക്, കാരണം കൂടുതലും വീടിൻ്റെ അകത്താണ് നമുക്ക് ഇത്തവണ ഉള്ളത്. അപ്പോൾ ഭരതനാട്യം പോലെ തോന്നിക്കുകയും ചെയ്യും അരുത്, ജോണർ ഷിഫ്റ്റ് നമുക്ക് അറിയിക്കും വേണം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ പടത്തിൻ്റെ ഒരു സ്വഭാവം, മൂഡ് സെറ്റിംഗ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതുകൊണ്ട് ഇന്റീരിയർ ഇങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി 3ാം ഭാഗത്തോടെ ഈ ഒരു ഫ്രാഞ്ചൈസി അവസാനിക്കുമോ അതോ അതിനുശേഷം വീണ്ടും കാണുമോ? അത് 2ാം ഭാഗത്തോടെ ചിലപ്പോൾ അവസാനിക്കാം.
ആണോ? അപ്പൊ മൂന്നാം ഭാഗം ഇപ്പൊ എല്ലാരും മൂന്നാം ഭാഗത്തിന് വേണ്ടി എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി എപ്പോഴാണ് മൂന്നാം ഭാഗം എന്ന് ചോദ്യങ്ങളും അതുപോലെയല്ലേ? ഇപ്പോൾ ഈ ഡാർക്ക് ഹ്യൂമർ എഴുതുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇന്റർനാഷണൽ സിനിമയിൽ തന്നെ ഒരുപാട് ഡാർക്ക് ഹ്യൂമർ പടങ്ങളുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടായിരുന്നോ? ഇപ്പോൾ അത്തരം ഒരുപാട് സിനിമകളുണ്ടല്ലോ ഡാർക്ക് ഹ്യൂമറിൽ. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഒരുപാട് ഡാർക്ക് ഹ്യൂമർ പടങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടായിരുന്നോ? ഇന്റർനാഷണൽ സിനിമകൾ കാണലില്ല. തമിഴിൽ തന്നെ അങ്ങനെ മലയാളം തമിഴ് പരിപാടി ഇന്റർനാഷണൽ പടങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാർ സിനിമ ചെയ്യുമല്ലോ, ഞാൻ അവരുടെ സിനിമ കണ്ടിട്ടാണ് റെഫറൻസ് എടുക്കാറുള്ളത്. എനിക്ക് നെൽസൺ സിനിമകളൊക്കെ ഇഷ്ടമുള്ളതാണ്. ശിവകാർത്തികൻ പടങ്ങൾ ഡോക്ടർ കണ്ടില്ലായിരുന്നു? അതൊരു ഡാർക്ക് ഹ്യൂമർ അതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ്. ഞാനിപ്പോൾ ഇത് കാണാൻ ഇത് ചെയ്യാൻ മുമ്പ് അതെടുത്തിരുന്ന് കാണാന്നുള്ളതല്ല, അതെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ആ സിനിമകളൊക്കെ നമ്മുടെ അതിൻ്റെ എസൻസ് നമ്മുടെ ഉള്ളിലുള്ളതാണ്. പിന്നെ ഇവിടുത്തെ മുകുന്ദനുണ്ണി ആണെങ്കിലും എനിക്ക് അത് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു റെഫറൻസ് എടുത്ത് നമ്മൾ കാണാനൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ അത്തരം ജോണർ സിനിമകൾ കണ്ടാൽ നമ്മൾ മറക്കാറില്ല. അതിനോടൊരു ഇഷ്ടം കൂടുതലുണ്ടെന്നുള്ളതുകൊണ്ട് ഉള്ളിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ ഈ സ്റ്റേജ് കോറിയോഗ്രാഫി ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും റെഫറൻസ് എടുക്കാറുണ്ടോ? അതോ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളിൽ നിന്നാണോ ഈ സീൻ ബിൽഡ് ചെയ്യുന്നത്? നമ്മൾ ചുറ്റും കാണുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അപാരമായ ഒബ്സർവേഷനുള്ള ആളായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഡയലോഗ് എഴുതുമ്പോൾ, പ്രത്യേകിച്ച് ഹ്യൂമർ ഡയലോഗ് എഴുതുമ്പോൾ, എനിക്ക് ആ ഡയലോഗിനോട് സമാനത തോന്നിയ ശ്രീനിവാസൻ്റെ ഡയലോഗുമായിട്ടാണ്. അദ്ദേഹം ഹ്യൂമർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ഡയലോഗിലൊക്കെ ഒരു ഷാർപ്നെസ് ഉണ്ടായിരിക്കും. അതുപോലെ വളരെ ഷാർപ്പായിട്ടുള്ള ഡയലോഗാണ്, എന്നാൽ അതിനകത്ത് ഹ്യൂമർ ഉണ്ടെന്ന് താനും. അപ്പോൾ അതിനൊക്കെ ഏതെങ്കിലും രീതിയിൽ റെഫറൻസ് ഉണ്ടായിരുന്നു? ശ്രീനിവാസൻ സാറൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനാണ് നമുക്ക് ഡയലോഗ് റൈറ്റിംഗിൽ. അദ്ദേഹം തന്നെയാണ് ഇൻസ്പിറേഷൻ. ഈ പറഞ്ഞ ഷാർപ്നെസ് ആണ് ഒറ്റ ഈ വൺ ലൈനറിൽ പറയേണ്ടത് പറയുകയും ചെയ്യും, എന്നാൽ അതിലൊരു എന്നാൽ അതിലൊരു ഹ്യൂമർ ഉണ്ടാവും ചെയ്യും എന്നുള്ള സാധനമൊക്കെ. അതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ സിനിമ കാണുന്നത് വിട്ട് നമ്മളൊക്കെ കുറച്ച് മെച്യൂർഡായിട്ട് കാണുമ്പോഴാണ് അതിനകത്തുള്ള തമാശയും അത് എത്ര വലിയ കാര്യമാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ആ ശ്രമങ്ങളൊക്കെയാണ് ഈ കാണുന്നതല്ലോ. പിന്നെ ഈ സ്റ്റേജിങ്ങിൻ്റെ കാര്യം നമുക്ക് റൈറ്റിംഗ് ടൈമിൽ മനസ്സിലുണ്ടാവും. നമ്മളതിപ്പോൾ പ്രീ നടക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്ഷൻ ടീം എല്ലാം പോയിട്ട് ഇവരിവിടെ ഇയാളിവിടെ അതിവിടെ ഇപ്പോൾ ഈ പറഞ്ഞ മറ്റേ സുരാജേട്ടൻ്റെ ആ സീനിൽ സുരാജേട്ടൻ ഇവിടെ, ഈ വാതിലിൻ്റെ ഇവിടെ സ്വാതി, ഇവിടെ നന്ദുചേട്ടൻ, അവിടെ അമ്മമാർ, അതെല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് പോകാറുള്ളത്. അതങ്ങനെ ആയാലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് കരുതി. പക്ഷെ എല്ലാം വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഉദ്ദേശിച്ചതുപോലുള്ള വീടും ആ സ്പേസും വേണമല്ലോ. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ എത്തിക്കഴിയുമ്പോഴായിരിക്കും അതിനുള്ള സ്ഥലമൊന്നും ഇല്ല എന്ന് മനസ്സിലാവുക. അപ്പം അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിലാണ് പിന്നെ അവിടെ ചെയ്യാറുള്ളത്. ഇപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ ചിന്താവിഷ്ടയം എന്നുള്ള ശ്യാമള, അതിനകത്ത് ശബരിമല വിഷയം അത് ഈ ഹ്യൂമർ ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിച്ച ഒരു സംഭവമാണ്. ഇപ്പം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം മതം ഒരു വലിയൊരു ഫാക്ടറാണ്. നമ്മൾക്കിപ്പോൾ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, കുറച്ചൊരു ടോളറൻസ് ലെവൽ കുറഞ്ഞു വരികയാണ് ആൾക്കാരുടെ ഇടയിൽ. അപ്പം അത്തരത്തിലൊരു അന്തരീക്ഷത്തിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം മതം പശ്ചാത്തലമായിട്ടുള്ള ഒരു എഴുത്ത് വരാനായിട്ട്. അപ്പം അതൊരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയം ഉണ്ടായിരുന്നു. നമ്മൾ ഈ മതത്തെ കൊണ്ടുവരുമ്പോൾ അത് വളരെ കെയർഫുൾ ആയിരിക്കണം, നമുക്ക് അനായാസമായിട്ട് അങ്ങ് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ജാഗ്രത, കുറച്ച് കൂടുതൽ ജാഗ്രത ഉണ്ടായിരുന്നു. ഇല്ല, നമ്മൾ ഇതിൽ പറയുന്നത് ഒരിക്കലും വിശ്വാസികളെ കുറിച്ചോ അമ്പലങ്ങളെ കുറിച്ചോ അല്ല. ഇവരെയൊക്കെ മുതലെടുക്കുന്ന ഫ്രോഡുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ള ആളുകൾ നാട്ടിലുണ്ടെന്നുള്ളതും ആഴ്ചയ്ക്ക് ഇവിടെ മനുഷ്യ ആൾദൈവങ്ങളാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഈ തിരുവടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. അവരൊക്കെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞ് ദൈവത്തിന് മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ വരുന്ന സാധുക്കളെ മുതലെടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. പല സ്കെയിലുള്ള ഫ്രോഡുകളുണ്ട്. ആ ഫ്രോഡുകളെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അത് മര്യാദയ്ക്ക് കണ്ടാൽ മനസ്സിലാകാവുന്നതേ ഉള്ളത്. ഒറ്റ കാഴ്ചയെ കണ്ട് ചിന്തിക്കാതെ ചാടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒന്ന് ഇരുത്തി ബോധത്തോടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളതിൽ വേറെ ഒന്നും മോശമായി പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഫ്രോഡുകളും നമ്മുടെ നാട്ടിലുണ്ട്. അത് ജനറലൈസ് ചെയ്യാനും പോയിട്ടില്ല. നമ്മൾ അതിൽ തന്നെ സൈജുവിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, കുറച്ചപ്പുറം മാറി ഒറിജിനൽ ദൈവത്തിന് പ്രാർത്ഥിച്ചപ്പോഴാണ് സമാധാനമായത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒറിജിനൽ ദൈവം ഉണ്ട്, അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ശരിയാണ്, ഓക്കെയാണ്. ഇവിടെ അമ്മയാണുള്ളത്, അതിന് ഇമ്പാക്ട് കൂടും.
ഇപ്പോൾ ദിലീഷ് പോത്തൻ അദ്ദേഹം ഇൻ്റർവ്യൂകളിൽ പറയാറുണ്ട്, ഇപ്പം സിനിമയുടെ റിസർച്ച് എന്ന് പറയുന്നത് മനുഷ്യരെ ഒബ്സർവ് ചെയ്യുക, മനുഷ്യരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സോഷ്യൽ ഇമ്പാക്റ്റ് ഉള്ള സബ്ജക്റ്റുകൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അത്രത്തോളം വായനയും സാമൂഹ്യ നിരീക്ഷണവും വേണം. അപ്പോൾ ഈ സിനിമയിൽ തന്നെയും അത്തരത്തിൽ യുദ്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഇന്ധനവിലയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അത്തരം പരാമർശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണദാസ് ആസ് എ ഡയറക്ടർ ഏത് രീതിയിലൊക്കെയാണ് കൃഷ്ണദാസിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ? അല്ല, ഞാൻ ആളുകൾ ഒബ്സർവ് ചെയ്യാറുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു വായനയും പിന്നെ ഇവിടുത്തെ പൊളിറ്റിക്സിലോട്ടും ഞാൻ എൻ്റെ ശ്രദ്ധ അധികം പോകാറില്ല. നമ്മൾ സിനിമയ്ക്കുള്ളിൽ തന്നെയാണ് കൂടുതലും കിടന്ന് കറങ്ങാറുള്ളത്. അപ്പോൾ ആളുകൾ ഒബ്സർവ് ചെയ്യാറുണ്ട് എന്നുള്ളത് ക്യാരക്ടേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ നമുക്കൊരു സിനിമയിൽ തന്നെ ആവശ്യം വരും എന്നുള്ളതുകൊണ്ട് ഈ ക്യാരക്ടേഴ്സിനെ കാണാറുണ്ട്. അപ്പോൾ അവരുടെ മാനറിസം കാര്യങ്ങൾ, പിന്നെ ചിലരിൽ മാത്രം വ്യക്തിപരമായിട്ട് കാണുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് എൻ്റെ ഫോണിൽ ഇതെല്ലാം ഉണ്ട്. ആളുകളുടെ പേരുകൾ, ഒരു ലിസ്റ്റ് ഓഫ് ക്യാരക്ടർ നെയിംസ് ഉണ്ടാവും, ലിസ്റ്റ് ഓഫ് ടൈറ്റിൽസ് ഉണ്ട്, ലിസ്റ്റ് ഓഫ് ഡയലോഗ്സ് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് എന്നും കിട്ടാറുണ്ട് 5-6 ഡയലോഗുകൾ. അത് നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ നിന്നുണ്ടാവുന്ന ഈ പറഞ്ഞപ്പോൾ ഷാർപ്പാവുന്ന ഡയലോഗുകൾ എന്ന് പറയുന്നത് ഇപ്പോഴേ കിട്ടിയ സാധനം ആ സമയം പിടിക്കാൻ ഷാർപ്പാക്കുന്നതാ. ഒറ്റയടിക്കുമ്പോൾ ഷാർപ്പ് കിട്ടുന്നതല്ല. അപ്പോൾ പല സിറ്റുവേഷനുകളിൽ വന്നാൽ, അത് വിയേഡ് സിറ്റുവേഷനുകളിലൊക്കെ വന്നാൽ രസമാവുന്ന തരത്തിലുള്ള ഡയലോഗ്സ് എന്നൊക്കെ നമ്മുടെ സാധാരണ സംസാരങ്ങളിൽ വരും. അത് നമുക്ക് പിക്ക് ചെയ്യുന്നതല്ല, ഞാൻ എൻ്റെ ഫോണിൽ ഉണ്ട്. അതൊക്കെ തന്നെ അടുത്ത സിനിമകളിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ എല്ലാം അടുത്ത സിനിമയ്ക്കുന്നല്ല, എവിടെ ആവശ്യം വരുമ്പോൾ അവിടെ ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ട് സിറ്റുവേഷൻസ് ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇതെല്ലാം എൻ്റെ ഹോംവർക്കിന്റെ ഒരു ഭാഗമാണ്. ഇതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് ഡെവലപ്മെന്റ് ആണോ മോഹിനിയാട്ടത്തിലെ ക്യാരക്ടേഴ്സ്? അങ്ങനെ കണ്ട് അടുത്തറിഞ്ഞ ഉള്ള മനുഷ്യർ തന്നെയാണോ മോഹിനിയാട്ടത്തിൽ? ഇവരെയൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കാണുന്നവരൊക്കെ തന്നെയാണ്. പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ കാണുന്ന അമ്മമാരും വല്യമ്മ, ചെറിയമ്മ, ചേച്ചി, കസിൻസ്, അവരുടെ അതേ ലുക്കും കാര്യങ്ങളും അവരുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഐ മീൻ അവരുടെ ലുക്ക് ആൻഡ് ഫീൽ കാര്യങ്ങളിലൊക്കെ മുടിയൊക്കെ എപ്പോഴും കെട്ടി വെച്ചിരുന്നാൽ മതി, പൊട്ട് തുടിക്കുക. ചേച്ചിമാരും ഇതിൽ പെങ്ങന്മാരുടെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർ തന്നെ എപ്പോഴും ചീത്ത പറയാറുണ്ട്. അതൊന്ന് പൊട്ട് പറഞ്ഞാൽ കുത്തിയോണ്ട് വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്നാലും വേണ്ട എന്ന് പറയാറുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ വീട്ടിലെ കുറച്ച് പേരുണ്ട്. അവരെ പോലെയാണ് ഞാൻ ഇവരെ കാണാറുള്ളത്. അവർ വീട്ടിലത് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്യിക്കാറുണ്ടെന്നുള്ളൂ. അതൊന്നും ഓഡിയൻസിന് കാണുമ്പോൾ അങ്ങനെ ഇതായിട്ട് തോന്നുന്ന കാര്യമില്ല. നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഏതായാലും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അല്ല, വിഷു തൂക്കിയല്ലേ? വിഷു തൂക്കോന്ന് ഉറപ്പില്ല എന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, പക്ഷെ ഇത് വിഷു തൂക്കി. ഏതായാലും വലിയ സന്തോഷമുണ്ട് കൃഷ്ണദാസിന്റെ വിജയത്തിൽ. ഇനിയും സക്സസ്സുകൾ ഉണ്ടാവട്ടെ, ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സിനിമകൾ, തീർച്ചയായിട്ടും ഇതുപോലുള്ള സിനിമകൾ സംവിധാനം ചെയ്യണം. ഏതായാലും ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു.